അയ്യപ്പ ദർശനമാണ് ആവശ്യമെങ്കിൽ ബാക്കി 107 ക്ഷേത്രങ്ങൾ കേരളത്തിലില്ലേ? അവിടെ പോയിക്കൂടെ? പ്രധാന 5 ക്ഷേത്രങ്ങൾ വേറെയുണ്ട്. കുളത്തൂർപ്പുഴ ബാലൻ, ആര്യങ്കാവിൽ അയ്യൻ, ശാസ്താംകോട്ട, അച്ചൻകോവിൽ പ്ലസ് ശബരിമല. ഇതാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള 5 ക്ഷേത്രങ്ങൾ. അതിൽ ഈ 4 ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും പോകാം. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും? അതിൽ വെരി നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റും. എല്ലാം നമ്മൾ തലേ ദിവസമോ അതിന് മുൻപിലത്തെ ദിവസങ്ങളോ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഒന്നൊന്നായിട്ട് വരിക. ഇപ്പോൾ കൃഷ്ണക്കുട്ടി നായരെ ഞാൻ കാണണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം രാവിലെ വരിക. എല്ലാം തന്നെ നാം കൊടുത്ത അഡ്രസ് സിസ്റ്റത്തിനനുസരിച്ച്, ഷെഡ്യൂളിനനുസരിച്ചിട്ട് ഒന്നൊന്നായിട്ട് വരുന്നു എങ്കിൽ യു ആർ രജിസ്റ്റേർഡ് ഇൻ ഭഗവാൻസ് ലിസ്റ്റ്. 1950 ശബരിമല കത്തിച്ചതായ സമയത്ത് വിഗ്രഹങ്ങൾ 8 or 9 പീസായിട്ട് ഉടച്ചിരുന്നു, തല്ലിപ്പൊട്ടിച്ച് ഉടച്ച് പീസാക്കിയിരുന്നു. ആ കാലഘട്ടത്തിന് ശേഷം തന്ത്രി കുടുംബത്തിലെ ഏറ്റവും മൂത്തതായ കാരണവരാണ് ഈ കാണുന്ന പ്രതിഷ്ഠ ചെയ്തത്. 50-51 കാലഘട്ടം. ഇപ്പോൾ എൻ്റെ വേറൊരു ഡൗട്ടാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സ് തരുന്ന, അല്ലെങ്കിൽ എനിക്ക് തരുന്നൊരു ഒരു എന്താ പറയുക, ഒരു വാക്യം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നു, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും? അതിൽ വെരി നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റും. ഇപ്പം ഇവിടെ നമ്മളുടെ ജീവിത പന്ഥാവിൽ നമ്മൾ നീങ്ങുന്നതായ ട്രാക്കിൽ എല്ലാം നമ്മൾ തലേ ദിവസമോ അതിന് മുൻപിലത്തെ ദിവസങ്ങളോ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഒന്നൊന്നായിട്ട് വരിക. ഇപ്പോൾ കൃഷ്ണക്കുട്ടി നായരെ ഞാൻ കാണണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം രാവിലെ വരിക. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തന്നെ നാം കൊടുത്ത അഡ്രസ് സിസ്റ്റത്തിനനുസരിച്ച്, ഷെഡ്യൂളിനനുസരിച്ചിട്ട് ഒന്നൊന്നായിട്ട് വരുന്നു എങ്കിൽ യു ആർ രജിസ്റ്റേർഡ് ഇൻ ഭഗവാൻസ് ലിസ്റ്റ്. നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതാണ്. അല്ലെങ്കിൽ സംബഡി ഷുഡ് ഇൻഫോം യു, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു തരണം. ഇപ്പോൾ വേറൊരാൾ പറഞ്ഞു തരണമെങ്കിൽ അയാൾ നിങ്ങളുടെ നിലയിലായിരിക്കണം. ഹീ ഷുഡ് ഹാവ് ദ സെയിം ഫ്രീക്വൻസി ലൈക്ക് യു, അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ ലെവൽ ഓഫ് തിങ്കിങ്, ലെവൽ ഓഫ് മൈൻഡ്, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം നിങ്ങളുടെ അതേ ലെവലിലുള്ള ഒരാൾക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന മാനസികമായ ആ വിജയകാര്യങ്ങൾ, മെറിറ്റ്സ് പറഞ്ഞു തരാൻ പറ്റും. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇപ്പോൾ വേറൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ശബരിമല നമ്മൾ എല്ലാ മാസവും മാലയിട്ട് വ്രതം നോറ്റ് അയ്യപ്പന്മാർ പോകുന്നുണ്ട്. പക്ഷേ സ്ത്രീകളെ ഒരു പ്രായം തൊട്ട് ഒരു പ്രായം വരെ അതിൽ കയറാൻ സാധ്യമല്ല എന്നുള്ളൊരു നിയമം അവിടെ പറയുന്നുണ്ട്. ഇത് ശരിക്കും ഭഗവാന്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ നിയമമാണോ, അല്ലെങ്കിൽ അത് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട നിയമമാണോ? അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? സ്വാമിയുടെ ഒരു കാഴ്ചപ്പാട്. 1950 ശബരിമല കത്തിച്ചതായ സമയത്ത് വിഗ്രഹങ്ങൾ 8 or 9 പീസായിട്ട് ഉടച്ചിരുന്നു, തല്ലിപ്പൊട്ടിച്ച് ഉടച്ച് പീസാക്കിയിരുന്നു. ആ കാലഘട്ടത്തിന് ശേഷം തന്ത്രി കുടുംബത്തിലെ ഏറ്റവും മൂത്തതായ കാരണവരാണ് ഈ കാണുന്ന പ്രതിഷ്ഠ ചെയ്തത്. 50-51 കാലഘട്ടം. ആ സമയത്ത് വളരെ നിഗൂഢമായ വനത്തിൻ്റെ ഉള്ളിൽ അതിശക്തമായ സാധനാ പന്ഥാവുകൾ അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ ഈ സിസ്റ്റത്തെ ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത അവിടെ ഉണ്ടായി. ദേവസ്വം ബോർഡൊന്നും ഒന്നുമില്ല, ദേവസ്വം ബോർഡ് പിന്നീടാണ് രൂപീകരിച്ചത്. അങ്ങനെ ഈവൻ ശബരിമല തല്ലിപ്പൊട്ടിച്ച ആ കാലഘട്ടത്തിൽ അത് കോട്ടയം ജില്ലയിൽ കച്ചവടത്തിന് വന്ന അരയന്മാരാണ് അവിടെ മാർക്കറ്റിൽ പറഞ്ഞ ശേഷമാണ് എല്ലാവരും അറിയണത്. അതുവരെ അറിയില്ല, പോകാനോ വരാനോ ഉള്ള സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് തന്ത്രി കുടുംബവും അതുമായി ബന്ധപ്പെട്ട ചില ശബരിമലയുടെ വളരെ വേണ്ടപ്പെട്ടതായ പന്തളരാജ കുടുംബവും എല്ലാം കൂടി ചിന്തിച്ചുകൊണ്ട് ഈ അയ്യപ്പ ചൈതന്യത്തെ ഇത്ര രൗദ്രമായ ഭാവത്തിൽ നിന്ന് മാറ്റി ശാന്തപ്രതിഷ്ഠയും ലോകാനുഗ്രഹത്തിനുമായിട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുകയും അതിൻ്റെ ഫലമായി കുറച്ച് നിയമാവലികൾ സങ്കല്പിക്കുകയും ചെയ്തു. ഇതിൽ 108ഓളം ക്ഷേത്രങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അയ്യപ്പൻ്റെ തന്നെയുണ്ട്. അപ്പോൾ ഈ
അയ്യപ്പ ക്ഷേത്രങ്ങളിലെല്ലാം നിത്യപൂജകളുണ്ട്. ശബരിമല നിത്യപൂജയുള്ള ക്ഷേത്രമല്ല, മഹാക്ഷേത്രമേ അല്ല. അവിടെ കൊടിമരമെല്ലാം വെച്ചിട്ടുണ്ടെങ്കിലും കൊടിമരത്തിനൊന്നും അവിടെ സ്ഥാനമോ സ്ഥലമോ ഇല്ല. അതായത് നിത്യനിദാനാദി തന്ത്രശാസ്ത്രത്തിൻ്റെ കണക്ക് പ്രകാരം നിത്യനിദാനാദി കർമ്മങ്ങളും ശീവേലിയും മറ്റും നിത്യമായി നടക്കുന്നുണ്ടെങ്കിലേ കൊടിമരത്തിനും ബലിക്കലിനും സ്ഥാനമുള്ളൂ, അല്ലെങ്കിൽ സ്ഥാനമില്ല. ഇതിപ്പോൾ പലപ്പോഴും അവിടെ ബലിക്കല്ലുകൾ എടുത്തുകൊണ്ടാണ് അവിടെ തമിഴന്മാരൊക്കെ വന്ന നാളികേരം പൊട്ടിക്കുക. അവർക്കറിയില്ലല്ലോ ഇത് എന്താണ്. തലയുടെ വെച്ചോ ഉറങ്ങാനൊക്കെ ബലിക്കല്ല് ഉപയോഗിക്കാം, പിറ്റേ ദിവസം രാവിലെ അവിടെ തന്നെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇത് അപ്രസക്തമായതായ ഒരു കാര്യമാണ് ഇതെല്ലാം. എന്നാൽ അത് എന്തോ ക്ഷേത്രത്തിൻ്റെ ഒരു വരുമാനം എന്നുള്ള കണക്കിൽ ഇതെല്ലാം നിർമ്മിച്ചുവെങ്കിലും നിത്യപൂജാതി കർമ്മങ്ങൾ ഇല്ലാത്തിടത്തോളം കാലം കാട്ടിനകത്തെ തപസ്വരൂപമായിട്ടുള്ളതായ ഒരു അവസ്ഥയായിട്ടാണ് ആ ദേവനെ സങ്കല്പിച്ചിട്ടുള്ളത്. ഇപ്പം ഇവിടെ 50 വയസ്സിന് മീതെ 10 വയസ്സിന് താഴെ എന്നുള്ള കണക്കിൽ 41 ദിവസങ്ങളുടെ വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി പറഞ്ഞതുകൊണ്ട് 41 ദിവസങ്ങൾ പൂർത്തീകരിക്കാവുന്ന വ്രതം എടുക്കാവുന്നവർ പോയാൽ മതി. ഇത്രയേ ഉള്ളൂ. പിന്നെ ബേസ് അതിൽ ഈ പറഞ്ഞ ആർത്തവം അതൊന്നും ഒരു അവർക്ക് 27 ദിവസം കഴിഞ്ഞാൽ ഇത് വരുമല്ലേ, അപ്പോൾ പോയില്ലേ, വ്രതം മുടിഞ്ഞു പോയില്ലേ, വ്രതം ഇല്ലാതായി പോവും. അതുകൊണ്ട് ഈ വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചിട്ട് വേണം ശബരിമല സന്നിധാനത്തേക്ക് യാത്ര ചെയ്യാൻ എന്നുള്ള ഒരു നിയമാവലിയുടെ കണക്ക് പ്രകാരം സ്ത്രീകൾക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. 10 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് പോവാം, 50 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾക്ക് പോവാം. അപ്പോൾ സ്ത്രീകൾക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സ്ത്രീകളവിടെ പോകണ്ടല്ലോ. ഈ ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ അന്നത്തെ കാലത്ത് നിഗൂഢമായ വനമായതുകൊണ്ട് യാത്ര ചെയ്യുവാൻ ഉള്ള സൗകര്യമില്ല. പിന്നെ കയറ്റം എന്നത് ഇപ്പോഴത്തെ കയറ്റമല്ല, അന്ന് കാലത്ത് കരിമലയിലെ കയറ്റം നടന്ന് കയറുമ്പോൾ നമ്മുടെ ഈ മുട്ടിലെ എല്ല് താടിയിൽ മുട്ടും, അത്രയ്ക്കും സ്റ്റീപ്പായിരുന്നു. അപ്പോൾ ഈ വഴിയിലൂടെ ഈ ശാരീരിക പ്രകൃതിയുള്ള ഒരാൾ അനാവശ്യമായിട്ട് ഒന്ന് സൈക്കിൾ ചവിട്ടിയാൽ തന്നെ അവരുടെ സൈക്കിൾ തെറ്റിപ്പോവും. യു ഗോട്ട് മീ? അങ്ങനെയുള്ള ഒരാൾ ഈ മലയാത്ര ചെയ്താൽ അവരടുത്ത 7 ദിവസങ്ങൾ എവിടെ വിശ്രമിക്കും? അതിനുള്ള സൗകര്യം എന്ത്? അവർക്ക് കുളിക്കാനുള്ള സൗകര്യം എന്ത്? ഇതൊന്നുമില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിപരമായ ആചാര്യന്മാർ ചിന്തിച്ച് ഈ ഒരു ആചാര്യത്തെ പടുത്തുയർത്തു. അയ്യപ്പ ദർശനമാണ് ആവശ്യമെങ്കിൽ ബാക്കി 107 ക്ഷേത്രങ്ങൾ കേരളത്തിലില്ലേ, അവിടെ പോയിക്കൂടെ? പ്രധാന 5 ക്ഷേത്രങ്ങൾ വേറെയുണ്ട്. കുളത്തൂർപ്പുഴ ബാലൻ, ആര്യങ്കാവിൽ അയ്യൻ, ശാസ്താംകോട്ട, അച്ചൻകോവിൽ പ്ലസ് ശബരിമല. ഇതാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള 5 ക്ഷേത്രങ്ങൾ. അതിൽ ഈ 4 ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും പോകാം. ഇത് കാട്ടിനകത്ത് നിത്യപൂജ ഇല്ലാത്തൊരു അമ്പലമായതുകൊണ്ടാണ് ഇതിൻ്റെ ഭാവന വ്യത്യാസമാണ്. കാരണം ശബരിമല ഹരിവരാസനം അടയ്ക്കുന്ന സമയത്ത് ശരീരം മുഴുവനും ഭസ്മലേപിതനായിട്ടുണ്ട്, ഭസ്മം കൊണ്ട് മൂടി തപസ്സിൻ്റെ പ്രതീകമായ രുദ്രാക്ഷമിട്ട് യോഗദണ്ഡ് വെച്ചിട്ടാണ് അടയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു മൂർത്തിയെ സാധാരണക്കാർ പോയി കാണാൻ എന്തിനാ മെനക്കെടുന്നത്? ആവശ്യമില്ലല്ലോ. ട്രക്കിംഗ് അറിയുന്ന ആൾക്കല്ലേ മലയുടെ മുകളിൽ കയറാൻ പറ്റൂ. അല്ല, ഞാനും ട്രക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താഴെ വീഴുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ നിയമാവലികളും ഇതിൻ്റെ സിസ്റ്റവും പഠിച്ച് ആചരിക്കുന്ന ഒരാൾ പോയാൽ മതി, അല്ലാത്തവർ പോകട്ടെ. മാത്രമല്ല അതൊരു പ്രൈവറ്റ് ക്ഷേത്രമാണ്, അതൊരു കുടുംബത്തിൻ്റെ ക്ഷേത്രമാണ്. പന്തളം രാജാവിൻ്റെ കുടുംബ സ്വത്താണത്. അതിനെ പിന്നീട് പലതരത്തിലുള്ളതായ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളിലേക്കും ആക്കി എന്നേ ഉള്ളൂ. സത്യത്തിൽ അതൊരു പബ്ലിക് ക്ഷേത്രമല്ല, പന്തളം രാജാവിൻ്റെ കുടുംബ പ്രോപ്പർട്ടിയാണ്. മനസ്സിലായി? അതുകൊണ്ട് മറ്റൊരാളുടെ ക്ഷേത്രത്തിൽ നമ്മളെന്തിനാ പോയി തൊഴണം? അപ്പോൾ അത് അവരുടെ കുടുംബ സ്വത്താണ്. ശരിക്കും പറഞ്ഞാൽ പന്തളം രാജാവ് മകന് വേണ്ടി, വളർത്തു മകന് വേണ്ടി കെട്ടിയതായ ആരാധനാ കേന്ദ്രമാണ്. വർഷത്തിലൊരു ദിവസം അച്ഛൻ വന്നോളൂ എന്നും പറഞ്ഞിട്ടുള്ളതായ സിസ്റ്റമുണ്ട്. അപ്പോൾ പൊതു പബ്ലിക്കൊക്കെ പിന്നെയാണ് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്.